ആകാശവാണി കോഴിക്കോട്. വനിതാവേദി. ഡെന്റിസ്റ്റും ചിത്രകാരിയുമായ ഡോക്ടർ ആർ പ്രിയയുമായി അഞ്ജലി AR നടത്തുന്ന അഭിമുഖം കേൾക്കാം. നമസ്കാരം, എല്ലാവർക്കും വനിതാവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പ്രൊഫഷണലി ഡെന്റിസ്റ്റും വളരെ പാഷനേറ്റ് ആൻഡ് ടാലന്റഡ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ പ്രിയയാണ്. വനിതാവേദിയിലേക്ക് സ്വാഗതം മാം. താങ്ക് യു. എല്ലാവർക്കും ഉണ്ട് നമസ്കാരം. നമ്മൾ ആർട്ട് സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നോർത്ത് സൗത്ത് പോലെ രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ പ്രൊഫഷനാണ്. മാം എങ്ങനെയാണ് ഇത് രണ്ടും പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്? ഇത് പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്തത് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. അതായത് നമ്മുടെ ആ ഒരു 80s ഓൾമോസ്റ്റ് എല്ലാവർക്കും 80s 90s ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പഠിച്ചു വളർന്ന എല്ലാവരും ഒരേ രീതിയിലാണ് പോവുക. നമ്മൾ ആ ഒരേ രീതിയിൽ സ്കൂളിങ് ഫോളോ ചെയ്ത് അപ്പം നാച്ചുറലി എൻട്രൻസ് എഴുതുക, എക്സാം ക്ലിയർ ചെയ്യുക, ആ ഒരു രീതിക്ക് തന്നെ ഞാൻ പോയി അങ്ങനെ അങ്ങ് ഈ പ്രൊഫഷനിലേക്ക് വന്നു ചേർന്നതാണ്. സോ ഇറ്റ് വാസ് നെവർ മൈ പ്രൈമറി ചോയ്സ്. അങ്ങനെ ഒരു ഇതാവണം എന്നുള്ളൊരു ഇതിലല്ല, ഇത് ഹാപ്പൻ ചെയ്തത് ഒരു കാര്യമാണ്. ബട്ട് ആർട്ട് എന്ന് പറയുന്നത് അത് എവിടെയോ ഉണ്ടായിരുന്നു. ചെറുതിലെ ഒന്നും അത്ര കാര്യമായിട്ട് അത് നമുക്ക് സമയവും കിട്ടിയിട്ടില്ല. നമ്മളെ ആരും അതിലേക്ക് ആരും തിരിച്ചു വിടില്ലല്ലോ, എല്ലാവരും പഠിക്കുക എന്നുള്ളതല്ലേ പറയാം. അപ്പോൾ അതിലേക്ക് അങ്ങനെ അധികം പോയിട്ടില്ല. പിന്നെ ശരിക്കും നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ നന്നായിട്ടൊരു കാര്യം ചെയ്യുന്ന ആളെ എൻകറേജ് ചെയ്യും. ബട്ട് ആ ഒരു ആവറേജ് ഇതിൽ നിൽക്കുന്നവർ പൊതുവേ അവരങ്ങ് സൈഡ് ലൈൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് കുട്ടികൾ വളരെ നന്നായിട്ട് വരയ്ക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഒരിക്കലും ഒരു വരയ്ക്കുന്ന ഒരാളായിട്ട് ഞാൻ കണക്കാക്കിയിട്ടേ ഇല്ല. ദെൻ കോളേജ് ഹാപ്പൻഡ്. അപ്പോൾ കോളേജിൽ പ്രൊഫഷണൽ കോളേജിലൊരു ഗുണം എന്ന് വെച്ചാൽ ഈവൻ ദോ അതൊരു വളരെ സീരിയസ് ഒരു വൊക്കേഷൻ ആണെങ്കിലും അതിൻ്റെ കൂടെ നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഒരുപാട് സ്കോപ്പ് ഉള്ളൊരു സ്ഥലമാണ്. നമ്മളെ പല രീതിയിലും മോൾഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. സോ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്റ്റേജ് ഫ്രൈറ്റ് മാറുന്നത്, ബാക്കിയുള്ളവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ളത് മാറുന്നത്, നമ്മുടെ സ്വന്തമായിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് റിയലൈസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഐ റിയലൈസ്ഡ് ഓക്കെ തെറ്റില്ല, ഞാൻ കുഴപ്പമില്ല, അതൊക്കെ വരയ്ക്കും എന്നൊക്കെ എനിക്ക് തന്നെ തോന്നിയിരുന്നു. പിന്നെ അഗെയിൻ നമ്മൾ വളരെ സീരിയസ്ലി ലൈഫിലേക്ക് അങ്ങ് പോയി. അത് കഴിഞ്ഞ് ശരിക്കും ലിറ്ററലി ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് ഞാൻ സീരിയസ്ലി ആർട്ടിലേക്ക് മടങ്ങി വന്നത്. അതായത് സ്റ്റാർട്ടഡ് വിത്ത് ചാർക്കോൾ ഓർ പെൻസിൽ സ്കെച്ച്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ദെൻ ഇൻ 2020 കോവിഡ് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പേ എൻ്റെ കൈ ഒടിഞ്ഞു. അത് ഞാൻ പറഞ്ഞു ലിറ്ററലി ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. സോ വെൻ മൈ റിസ്റ്റ് ഫ്രാക്ചർഡ്, ലെഫ്റ്റ് റിസ്റ്റ് ആണ് ഫ്രാക്ചർ ആയത്. അപ്പം ആസ് എ പ്രൊഫഷണൽ ഞാനൊരു എൻഡോഡോണ്ടിസ്റ്റ് ആണ്. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും കൈകൊണ്ട് ചെയ്യുന്ന ഐ ഹാവ് ടു ഡ്രൈവ് ആൻഡ് ഗോ ടു മൈ പ്രാക്ടീസ്. അപ്പം വണ്ടി ഓടിക്കാൻ നിവൃത്തിയില്ല, പേഷ്യൻ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പം ഐ വാസ് ലെഫ്റ്റ് അറ്റ് ഹോം. കുറേ സമയമുണ്ട്. അപ്പം നമുക്ക് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. സോ ദെൻ ഐ ഹാഡ് ഓൾ ദിസ് ടൈം അറ്റ് മൈ ഹാൻഡ്. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും ഒന്ന് പ്രയോജനമുള്ള രീതിയിൽ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്ന് വരയ്ക്കാൻ തുടങ്ങിയത്. അപ്പം അത് അഗെയിൻ ലൈക്ക് ഇറ്റ് വാസ് ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ടൈം അങ്ങ് ഫില്ല് ചെയ്യാന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അതാണ് ലിറ്ററലി ദ സ്റ്റാർട്ട്. പിന്നീടാണ് അത് ഈ പറഞ്ഞ പോലെ ഞാൻ പോലും വിചാരിക്കാത്തൊരു ലെവലിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നത്. സോ ഇറ്റ് ഓൾ ഹാപ്പൻഡ് വിത്തിൻ ദി ലാസ്റ്റ് ഇനി 5 വർഷം എന്ന് പറയാം, 2020 to 25. വളരെ തിരക്കുള്ള ഒരു പ്രൊഫഷനാണ്. ആ ഒരു പ്രൊഫഷനിൽ ഈ ഒരു ആർട്ടിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു? അന്നത്തെ പോലെ അത്രയ്ക്കും സമയം ഇപ്പൊ കിട്ടുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അന്ന് സമയം ഉണ്ടായിരുന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്ത നമുക്കൊരു പാഷൻ ഒന്ന് ഇഗ്നൈറ്റ് ആയി കിട്ടി. ഇനി ഇറ്റ് ബിക്കംസ് എ കമ്പൽഷൻ. നമുക്ക് അത്രയും അത് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയും എന്നെ സമയം കണ്ടെത്തും. സാധാരണ രീതിയിൽ നമ്മൾ കേസസ് ഒക്കെ ചെയ്ത് വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വല്ലതും കഴിക്കാൻ മാറി കിടക്കാന്ന് വിചാരിക്കും. ഇതിപ്പോൾ അതല്ല, നമുക്ക് എങ്ങനെയെങ്കിലും വന്നിട്ട് ഐ ഹാവ് ടു സിറ്റ് ഫോർ സം ടൈം, അത് വെച്ച് കുറച്ച് സമയം ഇരിക്കണം, ചെയ്യണമെന്ന് നമുക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂർ ഒരുപാടുണ്ട്. വി ജസ്റ്റ് ഡോണ്ട് റിയലൈസ് ദാറ്റ്. യെസ്. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പലതും ഇൻഫ്ലുവൻസ് ചെയ്യാം. നമ്മൾക്ക് എല്ലാം ഇൻസ്പിറേഷനാണ്. എപ്പോഴെങ്കിലും ഈ ഒരു പ്രൊഫഷൻ ഏതെങ്കിലും തരത്തിൽ ആർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അതിനുള്ള സാധ്യതകൾ കണ്ടിട്ടുണ്ടോ? ഒരു ആർട്ടിസ്റ്റിക് ഹാൻഡ് എപ്പോഴും ഡെന്റിസ്റ്റിന്റെ ഒരു അസറ്റാണ്. നമ്മുടെ കൈക്ക് ഒരു വഴക്കം വരിക, ഡെക്സ്റ്ററിറ്റി എന്ന് പറയുമല്ലോ. അപ്പൊ പേഴ്സണലി ഞാൻ ഒരിക്കലും ഒരു സ്കിൽഡ് ഡെന്റിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ കോളേജിൽ ചെന്ന് ആസ് വി പ്രോഗ്രസ് ചെയ്യുന്ന നന്നാവുന്നുണ്ട്, ശരിയാവുന്നുണ്ടെന്ന് വരുമ്പോൾ നമുക്ക് വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കൊള്ളാം, കൈ തെളിയുന്നു, നമുക്കൊരു കോൺഫിഡൻസ് അതിൽ നിന്ന് വരും. ആൻഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് ദാറ്റ് ഐ ഡു ഡെയിലി ബേസിസിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രൊഫഷണൽ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം എൻ്റെ കൈയുടെ ഡെക്സ്ട്രിറ്റി ബേസ് ചെയ്താണ്. സോ ദാറ്റ് മേ ഹാവ് ഇൻഡയറക്ട്ലി ഗിവൻ മീ സം ഫ്ലെയർ. ഒബ്വിയസ്ലി പറയാനായിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ നിത്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ കൈവിരൽ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സംവെയർ ദാറ്റ് മേ ഹാവ് ഹെൽപ്ഡ് എന്ന് വിചാരിക്കുന്നു.
ഈ വരുന്ന പേഷ്യൻസിനൊക്കെ വല്ല ഐഡിയ ഉണ്ടോ യു ഓൾസോ ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ? I don't consider myself as an artist like that. ഇത് ഞാൻ ചെയ്യണു, ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ വന്നു ചേരുന്നു, സംഭവിക്കുന്നു, അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അല്ലാതെ ഞാൻ ഇന്നൊരാളാണ്, ഇന്നതാണ് എന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ പെയിന്റിങ്ങിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമ്മളുടെ ഒരു ടൈപ്പ് ഇതാണ്, അത് കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പോൾ എന്താണ് മെയിൻ ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആർട്ട് ഏതാണ്? ഐ ഫോക്കസ് ഓൺ ഡൂഡ്ലിംഗ്. ആൻഡ് ഡൂഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പിറ്റേറ്റീവ് പാറ്റേൺസ് പെൻ കൊണ്ട് പേപ്പറിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത് അഗെയിൻ അതൊരു യാദൃശ്യമായൊരു ഇന്ററാക്ഷൻ ആണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡോക്ടർ അഞ്ജന, ഷീ അഗെയിൻ ഒരു ഡെന്റിസ്റ്റ് ആണ്, വളരെ സീനിയർ ആയിട്ടുള്ള ഡെന്റിസ്റ്റ് ആണ്. ആൻഡ് ഷീ ഒരു ദിവസം കുറച്ചുകൂടി ഒരു ഡൂഡിൽ ആർട്ട് ചെയ്തിട്ട് ഇത് ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് വി ഹാവ് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, സോ ഷീ ജസ്റ്റ് സെൻഡ് ഇറ്റ് ഓൺ ദാറ്റ്. എന്നിട്ട് ചേച്ചി പറഞ്ഞു വെച്ചാൽ എടാ സ്ട്രെസ് റിലീഫിന് ഭയങ്കര നല്ലൊരു സാധനം എന്ന് പറഞ്ഞു. ഞാനിത് ഓൾമോസ്റ്റ് ലൈക്ക് തെറപ്പി യൂസ് ചെയ്യുന്നുണ്ട്, വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡൂഡ്ലിംഗ് ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കണ്ടപ്പോൾ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, കാണുമ്പോൾ നല്ല രസമുണ്ട്. ആൻഡ് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പം ഐ റിയലൈസ്ഡ് അത് വളരെ നല്ല ഒരു മീഡിയമാണ്, ഒരു ടൈപ്പ് ഓഫ് വർക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിനു മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ചാക്കോൾ അല്ലെങ്കിൽ പെൻസിൽ സ്കെച്ച്, ഫോട്ടോഗ്രാഫ്സ് കോപ്പി ചെയ്യാം, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കാര്യം. അപ്പൊ ഇത് ചേച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെയാണ് ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയത്. സോ വൺസ് അത് ചെയ്യുന്നുണ്ടായിരുന്നു, ദെൻ ഈ പറഞ്ഞ ആ ഒരു ഫേസ് വന്നപ്പോഴേക്കും അഗെയിൻ അനദർ വൺ ഓഫ് മൈ ഇൻട്രസ്റ്റ് ഇസ് ലിറ്ററേച്ചർ. ഞാൻ വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചെറുതിലെ തൊട്ടേ വായന എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതിടയ്ക്ക് കുറേ കാലം ഇംഗ്ലീഷ് മാത്രമായിരുന്നു. കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് ഡൈവേഴ്സിഫൈ ചെയ്ത് ഞാൻ ഒരുപാട് മലയാളം വായിക്കാൻ തുടങ്ങി. പിന്നെ മലയാളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കും. ദസ് എ കമ്പൽഷൻ. സോ ഈ പറയുമ്പം ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മലയാളം പലപ്പോഴും ഇടയ്ക്ക് ഇംഗ്ലീഷ് കയറി വരുമെങ്കിലും എനിക്ക് മലയാളം വളരെ ഇഷ്ടമാണ്. വായിക്കാനും എഴുതാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളതായതുകൊണ്ട് അതിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഈ ഒരു രണ്ട് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് ആയത് മൈ റീഡിങ് ആസ് വെൽ ആസ് ദിസ് ഡൂഡ്ലിംഗ്. അറ്റ് സം പോയിന്റ് ഇതെന്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൂടാ എന്നൊരു തോട്ട് വന്നു. അതിൽ നിന്നാണ് ഞാൻ ഇപ്പം ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിലേക്ക് ഇവോൾവ് ആയത്. സോ ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ ഡൂഡ്ലിങ്ങിൽ കൂടെ എൻ്റെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് വരും, നമുക്ക് മനസ്സിൽ കുറേ വിഷ്വൽസ് ഉണ്ടാകും, പലതും ആബ്സ്ട്രാക്റ്റ് ആയിരിക്കും. നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ടാലന്റ് വേണം. അതുണ്ടെന്ന് ഞാൻ ഐ ഡോണ്ട് നോ, അത് ഞാൻ അതിലേക്ക് അധികം പോയിട്ടില്ല. ബട്ട് നമുക്ക് നമ്മുടെ ചിന്തകൾ വളരെ ഡൈവേഴ്സാണ്. ഒരേ ബുക്ക് തന്നെ വായിക്കുന്ന പലരും പല രീതിയിലാവാം അതിനെ കാണുന്നത്. അപ്പം ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആബ്സ്ട്രാക്ട് ആയിട്ടുള്ള കുറേ തീംസ് ഉണ്ടാകും. അതിനെയാണ് ഞാൻ ഡൂഡിൽ കൂടി എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ബേസ്ഡ് അതൊരു ഇല്ലിസ്ട്രേഷൻ ആയിട്ടാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് വായിച്ചിട്ട് സ്വന്തം ഭാവനയിൽ വരുന്നത് അതല്ലേ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യം സത്യം പറയുകയാണെങ്കിൽ? ആക്ച്വലി നോ. എന്റേത് വളരെ ഒരു ഷോർട്ട് കട്ടാണ്, വളരെ ഈസിയാണ്. എന്താന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഈ റീസെന്റ് ഞാൻ ചെയ്തത് രണ്ടാം മൂഴത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സിബിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാം മൂഴത്തില് ആ ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോഴേക്കും ഈവൻ ആദ്യം അത് സീരിയലൈസ് ചെയ്ത് കേരള കൗമുദിയിൽ വരുമ്പോഴും അതിനുശേഷം ബുക്കായപ്പോഴും ഒക്കെ നമ്പൂതിരി മാഷ് വരച്ച ചിത്രങ്ങളുണ്ട് അതിൽ. ദോസ് ഇല്ലസ്ട്രേഷൻസ് ആർ ഞാനൊരു റിലീജിയസ് ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം, ഒരു അമ്പലത്തിലെ ഒരു പ്രതിഷ്ഠ പോലെയാണ് ഞാനത് കാണുന്നത്. ഇറ്റ് ഇസ് സോ സീക്രട്ട് ഫോർ മീ. അത്രയും ഡിവൈൻ ആയിട്ടുള്ളതിനെ ഒരിക്കലും നമ്മൾ തൊടില്ല. നമ്മളതിനെ ആരാധിക്കുക എന്നുള്ളതിനപ്പുറം വി വിൽ നോട്ട് ഇന്റർഫിയർ ഇൻ ദാറ്റ്. അതുപോലെ ഒരു സ്ട്രക്ചർ ഓൾറെഡി ഉണ്ട്. ഇനി അതില്ലാത്തതാണെങ്കിൽ പോലും നമുക്ക് വായിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞില്ലേ വിഷ്വൽസ് പലതായിരിക്കും. സോ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. അത് നമ്മൾ സപ്പോസ് നമ്മൾ വരയ്ക്കുന്നത് അവരുടെ എക്സ്പെക്ടേഷൻസിൽ നിന്ന് വ്യത്യാസമാണെങ്കിൽ, അല്ല ഇപ്പം നമ്പൂതിരി മാഷ് വരച്ച അതേ ഒരു ചിത്രം ഞാൻ എൻ്റെ രീതിക്ക് വരയ്ക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല, എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരുടെയും മനസ്സിൽ വരുന്നതോ അത് അങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാതെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് മറ്റൊരു സ്റ്റൈലിൽ കുറച്ച് അബ്സ്ട്രാക്ട്സും കുറേ ഡിസൈൻ എലിമെന്റ്സും ഒക്കെ കൂടെ കൂട്ടി വരയ്ക്കുമ്പോഴത്തേക്കും മൈ ജോബ് ആക്ച്വലി ബിക്കംസ് ഈസിയർ. അതായത് ഐ എം നോട്ട് ഈ ഉള്ള വിഷ്വൽസിനെ ഞാൻ തകർക്കാതെ തന്നെ പാരലലി എനിക്ക് എൻ്റെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു എന്നാണ്. സോ ദിസ് ഇസ് റിയലി എ ഷോർട്ട് കട്ട് ദാറ്റ് ഐ ആം ടേക്കിംഗ്. ഓക്കെ. നമ്മൾ രണ്ടാം മൂഴം പറഞ്ഞു. എങ്ങനെയായിരുന്നു രണ്ടാം മൂഴത്തിലേക്കുള്ള ഒരു വരവ്? അതിനുള്ളൊരു ധൈര്യം, ഈ പറഞ്ഞ പോലെ അതിനുള്ളൊരു ധൈര്യം, പിന്നെ അത് എക്സിബിഷനും ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിയത്? ധൈര്യം എന്ന വാക്കേ പറയരുത്. ഞാൻ എങ്ങനെ ചെയ്തു എന്ന് ആലോചിക്കും എനിക്ക് ഇപ്പോഴും അതിശയാട്ടോ. സോ എനിവേ രണ്ടാം മൂഴം എന്ന് പറയുമ്പം ദർ ആർ ടു നെയിംസ് ദാറ്റ് ഐ ഹാവ് ടു ടേക്ക്. വൺ ഇസ് ദ പേഴ്സൺ ഹു ഫസ്റ്റ് ആസ്ക്ഡ് മീ ടു റീഡ് ഇറ്റ്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു മൊത്തം ഇംഗ്ലീഷ് ഒക്കെ വായിച്ച് അങ്ങനെ നിന്നിരുന്ന ഒരു സെൻട്രൽ സ്കൂൾ പ്രോഡക്റ്റിൽ നിന്ന് മലയാളത്തിനെ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു ഇതിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഗ്രി ക്ലാസ്മേറ്റ് ഡോക്ടർ സന്ധ്യയാണ്. സന്ധ്യ ഇപ്പം കോട്ടയത്ത് അസോസിയേറ്റ് പ്രൊഫസറാണ് ഡെന്റൽ കോളേജിൽ.
സോ സന്ധ്യയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഭാഷയോടുള്ളൊരു ഇതുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് നീ മലയാളത്തിൽ കൂടെ ശ്രമിക്കുന്നില്ല? ഞാൻ പറഞ്ഞു വായിച്ചിട്ടില്ല, നിനക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം ഞാൻ പറഞ്ഞുതരാം പറഞ്ഞിട്ട് അങ്ങനെ ഷി ഗേവ് മി എ ലിസ്റ്റ്. അതിലെ ടോപ്പ് ഓഫ് ദ ലിസ്റ്റിലായിരുന്നു രണ്ടാം മൂഴം. സോ അന്ന് ഒരുപാട് അതിനെപ്പറ്റി വായിച്ച് ഡിസ്കസ് ചെയ്ത്, സോ ഞാൻ പറയുന്നത് വെച്ചാൽ 97-98 ആ സമയത്തെ എൻ്റെ ഫോർമറ്റീവ് ഒരു സമയത്തെയുള്ള വായനയൊക്കെയാണ്. പിന്നെ വായനയൊക്കെ കണ്ടിന്യൂ ചെയ്തു, അങ്ങനെ അങ്ങ് പോയി. ദെൻ വെരി റീസെൻ്റ്ലി ഈ പറഞ്ഞ ഈ ഒരു കോവിഡ് ടൈം അറൗണ്ട് ആ സമയം 2017-18 ആ സമയത്തൊക്കെ എഗെയിൻ പേഴ്സണലി എൻ്റെ ലൈഫ് ഒരുപാട് മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു. സോ ആ സമയത്തേക്ക് ഞാൻ കുറേ നാളായിട്ട് ജോലി വീട് മാത്രം നിന്നിരുന്ന് ഞാൻ കുറച്ചും കൂടെ വായനയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എഗെയിൻ രണ്ടാം മൂഴം വാസ് എ മസ്റ്റ്, ഒരു നിർബന്ധമായും റീവിസിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വന്നു. സോ ദെൻ ദ സെക്കൻഡ് നെയിം ദാറ്റ് ഐ വോണ്ട് ടു ടേക്ക് ഇൻ ദിസ് കണ്ടെക്സ്റ്റ് ഇസ് മിസ്റ്റർ പ്രദീപ്. ഹീസ് എ ഫാമിലി ഫ്രണ്ടാണ്, കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ഒരിക്കലും ഞങ്ങളൊരു ഫോൺ കോൺവെർസേഷനിൽ യാദൃശ്ചികമായി ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബുക്കാണ് രണ്ടാം മൂഴം. കുറച്ച് നേരത്തേക്ക് അപ്പുറത്തുനിന്ന് സൈലൻസ് ആയിരുന്നു. ഹി വാസ് ലൈക്ക്, how did you arrive at this exact same book? Because അദ്ദേഹം വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയ ഒത്തിരി വായിച്ചിട്ട് വീണ്ടും വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. സോ പിന്നെ കുറച്ച് നാളത്തേക്ക് ഞങ്ങളുടെ കോൺവെർസേഷൻ വാസ് എൻറ്റയർലി രണ്ടാം മൂഴം. അതിൻ്റെ ഓരോ ചാപ്റ്റർ എടുത്ത് എൻ്റെ ഓരോ വരി അങ്ങനെ ഇങ്ങനെ. സോ വി ഹാവ് ലൈക്ക് ബ്രീത്ത് രണ്ടാം മൂഴം ഫോർ എ ലോങ് ടൈം. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ എന്ത് കോൺവെർസേഷൻ ഇപ്പം വല്ലപ്പോഴും വിളിക്കുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മെസ്സേജ് ചെയ്യണമെങ്കിൽ ഇതിനെ ഒരു പരാമർശിച്ചിരിക്കും. അത്രയ്ക്ക് ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിരുന്നു ഇത്. സോ അറ്റ് സം പോയിന്റ് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും വി നീഡ് ടു, നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ട്രിബ്യൂട്ട് ഇത്രയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തതിന് വേണ്ടി ചെയ്യാവുന്നത്. സോ ഹീ ഈസ് ഓൾസോ ബേസിക്കലി ആൻ ആർട്ടിസ്റ്റ്, വരയ്ക്കുന്ന ഒരാളാണ്, വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ വി ലൈക്ക് നമുക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാനുള്ളൊരു ധൈര്യമില്ല. സോ വൈ ഡോണ്ട് ലെറ്റ്സ് ട്രൈ, നമുക്ക് രണ്ടുപേർക്കും ട്രൈ ചെയ്യാം. അപ്പോഴും ഇത് ഞങ്ങളുടെ ഒരു കോൺവെർസേഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നല്ലാതെ ഒരു പബ്ലിക് വേദിയിലേക്കൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. പ്രോബബ്ലി ഞങ്ങൾ ആലോചിച്ചു ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട് എ കോഫി ടേബിൾ ബുക്ക്. അതൊരു തോട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ആ ഇടയ്ക്ക് ഞാൻ ഒരു ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഇസ് കുറേ ഇല്ലസ്ട്രേഷൻസ് മാത്രമായിട്ട് 1-2 വരികൾ മാത്രമായിട്ട് ഒരു കോഫി ടേബിൾ ബുക്ക്. ഐ തോട്ട് ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഒരു മീഡിയം. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ നത്തിങ് കോൺക്രീറ്റ്. ഇങ്ങനെയുള്ള കുറേ ഇതൊക്കെ ആയിട്ട് പിന്നെ ഈ പറഞ്ഞ സമയം കിട്ടിയപ്പോഴത്തേക്കും ഫോക്കസ്ഡ് ഓൺ ദിസ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് സ്കെച്ചിങ്. ഇങ്ങനെ ഒരു 7-8 എണ്ണമായി. അപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ഇൻസ്പയർഡ് ആകും അടുത്ത ചെയ്യാനായിട്ട്. ഒരു വാശിക്കെന്ന് പറഞ്ഞ പോലെ ഇരുന്ന് 7-8 എണ്ണം ചെയ്തു. പിന്നെ ഒരു ലോങ് ബ്രേക്ക് വന്നു, പിന്നെ ഒരെണ്ണം കൂടെ ചെയ്തു. അങ്ങനെ ഞാൻ ടോട്ടൽ 9 എണ്ണമാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് പലപ്പോഴായിട്ട് ഹി ഓൾസോ സ്റ്റാർട്ടഡ് ഡൂയിങ് എ ഫ്യൂ. ഇതൊക്കെ ചെയ്തത് ഞങ്ങളുടെ കയ്യിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, സന്തോഷമായിട്ട് തിരിച്ചു വയ്ക്കും, അത്രേ. ദെൻ ദി നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു അസോസിയേഷനാണ്. എപ്പോഴും പരിപാടികളും, അത് ഒരിക്കലും നമ്മുടെ ഒരു ഡെന്റിസ്റ്റ് റിലേറ്റഡ് മാത്രമല്ല, ഡെന്റിസ്റ്റിൻ്റെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും പേഴ്സണൽ ഡെവലപ്മെന്റിനുള്ള ഒരുപാട് പരിപാടികൾ ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. അപ്പോൾ അവരുടെ പ്രത്യേകിച്ചും എനിക്ക് കോഴിക്കോടുമായിട്ടുള്ളൊരു ആത്മബന്ധം അതും കൂടെ ഉണ്ട്. മലബാർ ബ്രാഞ്ച് എന്നാണ് ഇവിടുത്തെ ഈ കോഴിക്കോട് ഉള്ള ആളുകളുടെ ഒരു അസോസിയേഷൻ്റെ പേര്. സോ മലബാർ ബ്രാഞ്ചിൽ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അപ്പോൾ അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും നമ്മുടെ ലളിതകല അക്കാദമി അവിടെ ഗാലറിയിൽ ദേ ഹാവ് എക്സിബിഷൻസ് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്, ദൃശ്യം എന്ന് പറഞ്ഞിട്ട്. സോ കേരളത്തിലുള്ള എല്ലാ ഡെന്റിസ്റ്റ് IDA മെമ്പേഴ്സും അതിന് ദേ ക്യാൻ എക്സിബിറ്റ് ദെയർ വർക്ക്സ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു വലിയൊരു വേദിയായിരുന്നു എനിക്ക്. സോ 22-ൽ അന്ന് ഡോക്ടർ സുധീർ ആയിരുന്നു ആ സമയത്ത് ഇവിടുത്തെ പ്രസിഡന്റ്. സോ സുധീർ ഭായി വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ പരിപാടി ആക്കണ്ട്, അപ്പം തനിക്കും കൂടെ 2-3 വർക്ക് എടുത്തിട്ട് വന്നൂടെ എന്നിങ്ങനെ ചോദിച്ചു. ഫാമിലിയൊക്കെ ഓക്കെ കൊണ്ടുവരാം. അപ്പം നമുക്ക് ഭയങ്കര ധൈര്യമാണ്, കാരണം നമ്മൾ 10-20 ഡെന്റിസ്റ്റുമാരുണ്ട്, നമ്മുടെ എല്ലാവരുടെയും വർക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നമേ ഇല്ല അവിടെ. ബിക്കോസ് നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു രീതിയിൽ കൊണ്ടുവന്നു വെച്ചു. അതാണ് എൻ്റെ ഒരു ദൈവാധീനം എന്ന് പറഞ്ഞത്. അന്ന് ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നത് മദനൻ സാറാണ്. സോ അന്ന് ഞാൻ വെച്ചിരുന്ന വർക്ക്സ് വെയർ ബേസ്ഡ് ഓൺ പഥേർ പഞ്ചാലി എന്ന് പറഞ്ഞ മൂവി, പിന്നെ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടൊരു ബുക്ക്. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഞാൻ ചെയ്ത 2-3 വർക്ക്സാണ് അന്ന് എക്സിബിറ്റ് ചെയ്തിരുന്നത്. മദനൻ സാർ ഇത് കണ്ടിട്ട് സാറ് ഓരോന്നിനെയും പറ്റിയും പോസിറ്റീവായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞത് ടേൺഡ് മൈ വേൾഡ് അപ്സൈഡ് ഡൗൺ. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ സ്റ്റേജർ, ഞാൻ ഈ പറഞ്ഞ അകലത്ത് നിന്ന് ആരാധിക്കുന്ന വ്യക്തികളിൽ നമ്പൂതിരി മാഷ് പറഞ്ഞ പോലെ നമ്മൾ അത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് കൊള്ളാലോ എന്ന് പറഞ്ഞത്. അതെനിക്കൊരു ഭയങ്കര റെവലേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് കാര്യം ഉണ്ടെന്ന് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുന്ന അങ്ങനെ. അപ്പോൾ ഞാൻ സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സാറിന് സമയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വേറെ കുറച്ച് ചിത്രങ്ങൾ കാണിക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ ഈ രണ്ടാം മൂഴത്തിൻ്റെ വരച്ചത് എൻ്റെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് ഞാൻ സാറിനെ കാണിച്ചു. ഹി വാസ് ലൈക്ക്, ഇത് MT കാണിച്ചോ? ഞാൻ പറഞ്ഞു അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല സാറേ, ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി. കാണിക്കണ്ടേ, അദ്ദേഹം അല്ലേ ഇത് കാണേണ്ടത്, നേരെ ചെന്നോളൂ സിത്താരയിൽ, അവിടെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും, ഒന്ന് ചെന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം നിപ്പിൽ അപ്പോൾ ആ സമയത്ത് പ്രദീപ് ഇസ് ഓൾസോ ഹിയർ. ഞങ്ങൾ രണ്ടാളും അപ്പം അദ്ദേഹം വരച്ച ഒരു
ചിത്രമൊക്കെ കയ്യിലുണ്ട്. MT സാറിനെ വരച്ചത് അതുമൊക്കെ കയ്യിലുണ്ട്. ജസ്റ്റ് ഇൻ കേസ് കോഴിക്കോടേക്ക് വരികയല്ലേ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കരുതിയിരുന്നതാണ്, അല്ലാതെ പ്രിപ്പയർഡ് ആയിട്ട് വന്നൊന്നുമല്ല. ബട്ട് കയ്യിലുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്തായാലും മദൻ സാർ പറഞ്ഞാലോ ഒന്ന് പോയി നോക്കിയാലോ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ സിത്താരയിലേക്ക് ചെന്നു. ദൈവാദിനത്തിന് സാർ അവിടെ ഉണ്ടായിരുന്നു, കാണാനും സമ്മതിച്ചു. അപ്പം മുട്ടിടിക്കുകയാണ് സത്യത്തിൽ. ഇപ്പോഴും അത് ആലോചിക്കുമ്പോഴത്തേക്കും ഞാനേ എങ്ങനെ അതിനൊക്കെ ധൈര്യം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ ചെന്നു. അപ്പം ഇത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വരച്ച ചിത്രം സാറിന് കൊടുത്തു. സാർ അത് വാങ്ങി വെച്ചു. എന്നിട്ട് ഈ രണ്ടാം മുഴത്തിനെ പറ്റി കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, സാറൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. സാർ എടുത്ത് എല്ലാ പേജും മറിച്ച്. അപ്പോൾ ഞങ്ങൾ ഈ കോവിഡിന്റെ ഒരു സ്കെയർ അപ്പോഴും ഉണ്ട്, ദിസ് ഇൻ 22. അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് ഒക്കെ വിട്ട് ഞങ്ങൾ കുറേ മാറിയാണ് നിൽക്കുന്നത്, അടുത്തോട്ടൊന്നും പോയിട്ടില്ല. അപ്പം ബുക്കായിട്ട് സാറിലേക്ക് കൊടുത്തപ്പോൾ സാർ ഓരോ പേജായിട്ടും മറിച്ച് നോക്കി. അപ്പം ഞാൻ മനസ്സിലാലോചിക്കുന്നത് എന്താ, കൊള്ളില്ലാന്ന് വെച്ചാൽ ആദ്യത്തെ പേജ് കഴിയുമ്പോൾ സാർ തിരിച്ചു തന്നേനെ. സാർ അടുത്ത പേജ് മറിച്ചു എന്ന് വെച്ചാൽ സാറിനത് കാണാൻ ഒരു ഇഷ്ടം തോന്നി. സോ അതൊരു ദാറ്റ് വാസ് ഇത് ഓരോന്നും എനിക്ക് കിട്ടിയ അവാർഡുകളാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ തെറ്റില്ല. പിന്നെയാണ് ഞാനും പ്രദീപും വളരെ സീരിയസ് ആയിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും നമുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു മീഡിയമിനെ പറ്റി ചിന്തിക്കാം എന്ന് വന്നു. പിന്നെയാണ് ശ്രീകുമാർ സാർ പിക്ചറിലേക്ക് വരുന്നത്. സാറിനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും തുഞ്ചൻ പറമ്പ് ഒരു വേദിയായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് ഒരു റാൻഡം എക്സിബിഷൻ നടത്താതെ തുഞ്ചൻ ഉത്സവത്തിന്റെ സമയത്ത് പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാം, നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നോക്കൂ, അന്നേരത്തേക്ക് കമ്മിറ്റിയുടെയൊക്കെ ഡിസിഷൻ അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരിയിൽ വിളിച്ചപ്പോഴത്തേക്കും അവർ ഡിസ്കസിങ് ഇറ്റ്. അപ്പം വേറെയും കുറച്ച് പേര് പ്രദർശനങ്ങളായിട്ട് അവർ പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ 4 പേരുടെയും വെക്കാനുള്ളൊരു തീരുമാനമായി. ആൻഡ് ക്ലൗഡ് 9. എങ്ങനെയുണ്ടായിരുന്നു ആളുകളുടെ റെസ്പോൺസ് ഒക്കെ? ഞാൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ ബേസിക്കലി ആലപ്പുഴക്കാരിയാണ്. അപ്പം ആലപ്പുഴയിലെ ആളുകൾ ആർട്ടിനെയൊക്കെ എൻകറേജ് ചെയ്യും, ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നതാണെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പബ്ലിക് എക്സ്പോഷറോ ഒരു റെഗുലർ ആയിട്ടുള്ളൊരു കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു വേദിയൊന്നുമില്ല. പക്ഷെ നോർത്ത് സൈഡിലേക്ക് അങ്ങനെയല്ല. ഇങ്ങനെ പരിപാടികളൊക്കെ സ്ഥിരമായി നടക്കുകയും ആൾക്കാരൊക്കെ ഒരുപാടായിട്ട് അതിൽ പോവും. ഇതൊക്കെ എനിക്ക് പുതിയ കാര്യം. ഞാനിതൊന്നും എൻ്റെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴും ഈ എക്സിബിഷൻ എടുത്തുകൊണ്ട് വരുമ്പോഴും എൻ്റെ ഒരു ധാരണ തുഞ്ചൻ ഉത്സവം കാണാൻ വരുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും, ഒരു 10-30 പേരൊക്കെ വന്ന് പോവുമായിരിക്കും, അത്രേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അത് കൊണ്ടുവച്ച് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് ഞാൻ കാണുന്നത് വെച്ചാൽ ഒരുപാട് നാട്ടുകാർ, അതായത് ഇത്രയും അധികം ആളുകൾ അവിടെ ഇത്ര താല്പര്യത്തോടെ വരും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. വരുന്നവർക്കൊക്കെ MT സാറിനോടുള്ള സ്നേഹം, തുഞ്ചൻ പറമ്പിനോടുള്ള സ്നേഹം, രണ്ടാമൂഴം എന്നുള്ള ചിത്രത്തിനോടുള്ള സ്നേഹം, ഇതൊക്കെ റിഫ്ലക്ട് ചെയ്ത് നമുക്കും കൂടെ കിട്ടുകയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടുന്നതെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. അതിനുശേഷം ഒരുപാട് പേരത് കണ്ടു, ഒരുപാട് പേര് അത് ഇതെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. അതൊക്കെ വലിയൊരു കാര്യമാണ്. ബിക്കോസ് കണ്ടിട്ട് ആ കൊള്ളാമെന്ന് പറഞ്ഞ തലവിലേക്ക് പോകുന്നതിൽ നമുക്കൊന്നും അറിയാം. ബട്ട് ഇതെന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി അവർക്കുണ്ട്. പിന്നെ ചിലർ വന്നിട്ട് നന്നായിട്ടുണ്ട് ഒരു വാക്ക് പറയും, ചിലർ വന്നിട്ട് ആ വരികൾ ഓർമ്മ വന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, ഞങ്ങൾക്ക് ഒരുപാട് മനസ്സിൽ തട്ടിയ വരി എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ വേറൊരു എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേഗം തന്നെ പോയി രണ്ടാമൂഴം ഒന്നും കൂടെ വായിക്കാൻ തോന്നുന്നു. ഇതൊക്കെയാണ് നമ്മളെ ഏറ്റവും അധികം നമുക്ക് സന്തോഷം തരുന്ന കുറച്ച്. ദീസ് വർ ഓൾ അൺഎക്സ്പെക്റ്റഡ്. അതിനുശേഷം പിന്നീടും എക്സിബിഷൻസ് ഒക്കെ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണോ? ഞാൻ അതിനുശേഷം നാട്ടിലധികം നിൽക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല. 2-3 യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനിടയ്ക്ക് വന്നു ചേർന്നു. ബട്ട് ഇൻ മൈ മൈൻഡ് ഐ എം പ്രിപ്പയറിങ്. അതായത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഇപ്പൊ ഞാൻ 9 എണ്ണമാണ് ചെയ്തത്, കൂടുതൽ എണ്ണം ചെയ്യണം എന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വൺ തിങ്, ഡെഫിനറ്റ്ലി അത് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ചിത്രങ്ങളോ മൂവീസ് ഓർ ബുക്സ് ഒക്കെ കൺവേർട്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പൊ അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അതായത് MT സാറിന്റെ വേറെ വർക്ക്സ്, പിന്നെ അല്ലാതെ മലയാളത്തിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത OV വിജയൻ സാർ, അവരുടെയൊക്കെ വർക്ക്സ് ഇതിലൊക്കെ എടുത്തിട്ട് ഇനി അതൊരു വളരെ സീരിയസ്ലി, അതായത് മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ഇനിയിപ്പം പക്ഷേ ഐ ഹാവ് ടു സെറ്റ് മൈ ടൈം ടേബിൾ അക്കോർഡിംഗ്ലി. അത്രയ്ക്കൊരു കമ്പൽഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ മാം പറഞ്ഞു, നമ്മളെ ഒരുപാട് നല്ല റെസ്പോൺസിനെ പറ്റി പറഞ്ഞു. എപ്പോഴെങ്കിലും ഒരു ക്രിറ്റിക്കലി വർക്കുകളെ പറ്റി സംസാരിക്കാൻ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു നല്ല ക്രിറ്റിക് ആരാണ്? ഐ ആം മൈ ഓൺ വേഴ്സ്റ്റ് ക്രിറ്റിക്. ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ഒരുപാട് എണ്ണം ഇതിനകത്ത് റീഡു ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം റീഡു ചെയ്യുന്നത് ഉടനെ കീറിക്കളയില്ല, വെച്ചേക്കും. ബിക്കോസ് ഒരു റെഫറൻസിന് വേണ്ടി, ഹാവ് ഐ ഡൺ ബെറ്റർ എന്നൊരു അസസ്മെന്റിന് വേണ്ടി. അപ്പം എനിക്ക് തന്നെ ഒരു സർട്ടൻ അറ്റ്ലീസ്റ്റ് ഞാനൊരു 10-ൽ 7 മാർക്ക് കൊടുക്കാമെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ അത് വേറൊരാൾ കാണുള്ളൂ, അല്ലെങ്കിൽ ആരും കാണുക തന്നെയില്ല. ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ പ്രദീപ് ഇസ് വൺ ഓഫ് ദ പീപ്പിൾ ഹു ഹാസ് ബീൻ മോസ്റ്റ് എൻകറേജിങ് ആസ് വെൽ ആസ് എൻ്റെ ഏറ്റവും വലിയൊരു ക്രിട്ടിക്കും അദ്ദേഹം തന്നെയാണ്. വൈസ് വേഴ്സ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, എടുത്തടിച്ച് പറയാം. ബിക്കോസ് അത് പറയുന്നത്
അത് ബെറ്റർ ആക്കാനുള്ളത് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് വി ക്യാൻ ഓപ്പൺലി സേ ദാറ്റ് ഈസ് ദെയർ. പിന്നെ ഈ എക്സിബിഷന് വന്ന സമയത്തും ഒരുപാട് കമന്റ്സ് വന്നത് അവർ എത്ര സ്വീറ്റ് ആയിട്ട് പറയുകയാണെങ്കിലും അതിൽ മെസ്സേജസ് ഉണ്ടാവും, സജഷൻസ് ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു സജഷൻ, അത് എനിക്ക് തന്നെ മനസ്സിൽ തോന്നിയിരുന്ന ഒരു കാര്യമാണ്. ഞാനിതെല്ലാം നമ്മുടെ സാധാരണ ഡ്രോയിങ് ബുക്കിലെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകണ A4 സൈസ് ആണ്, അതിലാണ് ഞാൻ വരച്ചു തുടങ്ങിയത്. അപ്പം 2 എണ്ണം അതിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയെല്ലാം ഒരു സീരീസ് ആയതുകൊണ്ട് അതിൽ തന്നെയാണ് ഞാൻ ചെയ്തു പോയത്. അറ്റ് ദ സെയിം ടൈം വേറെ ചിലത് ഞാൻ ചെയ്തത് A3-യിലാണ്. അപ്പൊ ഇതിന്റെ ഡബിൾ സൈസ് വരും. അപ്പം അത് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും, എങ്കിലും അത് ചെയ്യുന്നതിന് ഇമ്പാക്ട് ഓൾമോസ്റ്റ് ഡബിൾ ആണ്. അപ്പം ഈ ഒരു എക്സിബിഷൻ ഇത് ഇത്രയും കൊണ്ടുവച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഫസ്റ്റ് തോട്ട്, ഈവൻ അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് തോട്ട് ഇനി ഈ ഒരു സീരീസ് കംപ്ലീഷൻ അല്ലാതെ ഒരെണ്ണം പോലും ഞാൻ A4-ൽ ചെയ്യില്ല, ഐ ഹാവ് ടു മേക്ക് ഇറ്റ് ബിഗ്. ഈ എക്സാക്ട് സെയിം കമന്റ് എക്സിബിഷൻ ചെന്നപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരത് വളരെ നല്ല സ്വീറ്റ് ആയിട്ടാണ് അത് പറഞ്ഞതെങ്കിലും ഐ അണ്ടർസ്റ്റുഡ് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ അത് വലുതാക്കണം. അങ്ങനെ എനിക്ക് ഒരുപാട് ഇൻപുട്ട് ഈ ഒരു എക്സിബിഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 2-ാം മുഴുവൻ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്പെസിഫിക് വർക്ക് ഉണ്ടോ, ഡ്രീം വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്യാൻ കുറച്ചൊക്കെ പേടിച്ചിട്ടും ഇതുവരെ എടുത്തിട്ട് ചെയ്യാത്തതായിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു? വളരെ അപ്രിഹെൻഷനോടുകൂടിയും അതേസമയം ഈഗർലിയും ഞാൻ അവൈറ്റ് ചെയ്യുന്ന പറഞ്ഞാണ് ഖസാക്കിന്റെ ഇതിഹാസം. അതെന്റെ ഒരു ഡ്രീമാണ്. ആസ് ഓഫ് നൗ അത് ഡ്രീമായിട്ട് തന്നെ നിൽക്കണം. ബിക്കോസ് അത് ഞാൻ എത്ര തവണ വായിച്ചു എന്ന് എനിക്കറിയില്ല. അത് ഓരോ തവണ ഈ 2-ാം മുഴത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ വായനയിലും പുതിയ പുതിയ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന ഒരു വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെയും ഒരു ചലഞ്ച് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു റിയലിസ്റ്റിക് കൺവേർഷൻ നടക്കില്ല. സോ അതിന്റെ ആ ഒരു അബ്സ്ട്രാക്ട് ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കുറേയും കൂടെ ഡെപ്തിൽ പോകണം. സോ മാസങ്ങൾ എടുക്കായിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കായിരിക്കും. ദൈവാനുഗ്രഹിച്ചാൽ അതൊരെണ്ണം എനിക്ക് ചെയ്യണം എന്നുണ്ട്. നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ പ്രൊഫഷണലി ഇപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഒക്കെ ആവുന്ന സമയത്ത് പലപ്പോഴും നമ്മൾക്ക് ആർട്ട് എന്നുള്ള മേഖലയെ പലപ്പോഴും ഉപേക്ഷിക്കേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ അത് ഒരു ഹോബിയായിട്ട് മാറി പോവാറുണ്ട്. അങ്ങനെ തോന്നുന്ന ആളുകളോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഈസ് ഇറ്റ് പോസിബിൾ 2 പ്രൊഫഷനും കൊണ്ടുപോവുക എന്നുള്ളത്? എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ചേച്ചിയാണ്. മൈ കസിൻ സിസ്റ്റർ ഡോക്ടർ രേണു ചേച്ചി ഇവിടെ കോഴിക്കോട് തന്നെയാണ്. ഷീസ് എ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് അറ്റ് ആസ്റ്റർ മിംസ്. ഷീസ് ഓൾസോ എ ഡാൻസർ. ചേച്ചി ഡാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ സമയത്തുള്ള യുവജനോത്സവത്തിൽ തല കാണിച്ചു, അതങ്ങനെ അങ്ങ് വിട്ടു. ഷീ വാസ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് മൾട്ടി ടാസ്കിങ് വർക്കിംഗ് വുമൺ. 50-ാമത്തെ വയസ്സിലാണ് ചേച്ചി ഡാൻസ് പഠിക്കാൻ ചേർന്നത്. ഓക്കെ, ഐ മീൻ ഷി വാസ് ക്ലോസ് ടു 50, നോട്ട് എക്സാക്ട്ലി 50, ലേറ്റ് 40s ചേച്ചി ഡാൻസ് പഠിക്കാൻ ചേർന്നു. ഭരതനാട്യം അരങ്ങേറി. ഇപ്പം മോഹിനിയാട്ടം കൂടെ ട്രെയിൻ ചെയ്ത് തുടങ്ങി. അതിൻ്റെ അരങ്ങേറ്റം ഹോപ്പ്ഫുള്ളി അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇത്രയും അധികം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇഫ് ഷീ ക്യാൻ ഡൂ ദാറ്റ്, എനിക്കിത് കൊണ്ടുപോയിക്കൂടെ എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചത്. സോ ഇതിനകത്ത് ദാറ്റ് ഇസ് ദ വേ ഐ ഗോട്ട് ഇൻസ്പയർഡ്. നമുക്ക് ഒരാളെയും നിങ്ങൾ ഇന്നത് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ ഐ ഹാവ് ഡൺ ദിസ്, ഇത് പോസിബിൾ ആണ്, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മുടെ സന്തോഷം എന്നുള്ളൊരു ഫാക്ടർ വരണം. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യേണ്ടുന്നതായിട്ടുണ്ട്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയേ പറ്റൂ, അതിന് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഇല്ല. അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കണം, കഴിക്കണം, അങ്ങനെ കുറേ കമ്പൽഷൻസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, അത് നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ 24 മണിക്കൂറിനിടയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് സന്തോഷം തരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി അരമണിക്കൂർ നമുക്ക് നീക്കി വെക്കാവുന്നതല്ലേ ഉള്ളൂ. അത് നമ്മൾ പലപ്പോഴും സാക്രിഫൈസ് ചെയ്യും. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുടെ ഇടയ്ക്ക് ഇതൊക്കെയാണ് നമ്മൾ മാറ്റിവെക്കുക. ആ മാറ്റിവെക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുന്നു, റിലാക്സ് ചെയ്യാൻ TV കാണുന്നു. അതിന് പകരം നമുക്ക് ചെയ്യുമ്പോൾ സന്തോഷം തരുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു ദിവസം ഒരു അരമണിക്കൂർ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അത് പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഒരു കമ്പൽഷനായി മാറിക്കോളും. പിന്നെ ഇതിനൊക്കെ മുകളിലായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ദൈവാധീനം എന്നൊരു ഫാക്ടർ ഉണ്ട്. നമുക്ക് ഇഫ് യു ആർ ഡെസ്റ്റൈൻഡ് ഫോർ ദാറ്റ്, അത് നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന് തന്നെ ചേരും. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എന്തായാലും മാം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ഗ്രോൺ ഇനഫ് ടു ഇൻസ്പയർ എനിബഡി. വളരണം എന്ന് ആഗ്രഹമുണ്ട്. സോ ലെറ്റ് us all be inspired together and let us all encourage each other to go forward in life. Thank you so much മാം, ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചതിന്. And I thank you for the opportunity. എല്ലാവർക്കും നമസ്കാരം. ഡെന്റിസ്റ്റും ചിത്രകാരിയുമായ ഡോക്ടർ ആർ പ്രിയയുമായി അഞ്ജലി AR നടത്തിയ അഭിമുഖമാണ് വനിതാവേദിയിൽ ഇതുവരെ കേട്ടത്. വനിതാവേദി.